ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൊടുപുഴയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഹിരണേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെബുചേട്ടൻ്റെ മോളുടെ ആദ്യ കുർബാനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ മലങ്കര ഡാമിൻ്റെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചെറിയ തണുപ്പും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്ന റിവർ ബാങ്ക്സ് റിസോർട്ടിലായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവിടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തലേ ദിവസം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഇവൻറ്റ് നടക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് അവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ആണ് തൊടുപുഴ പുഴ ഒഴുകി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു അവിടുന്ന്. റിസോർട്ടിനോട് ചേർന്ന് തന്നെ അവർക്കൊരു റെസ്റ്റോറൻറ്റും പിന്നെ ഇവൻ്റൊക്കെ നടത്താൻ പറ്റിയൊരു അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു ഹാളും ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളിനി ചെക്കൗട്ട് ചെയ്തിട്ട് ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയാണ് പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. റൂം ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലേക്കാണ് യാത്ര തിരിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അവിടെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ലിക്കൽ കല്ലിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ പാസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പാസ്സൊക്കെ എടുത്തു. ജീപ്പിന് എക്സ്ട്രാ പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പിന് പാസ്സൊക്കെ എടുത്ത് ജീപ്പ് പോകുന്ന ദൂരം വരെ ഞങ്ങൾ ജീപ്പിലാണ് യാത്ര ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ തന്നെ നടന്നു കയറണം. ഇല്ലിക്കൽ കല്ല് എന്നതൊരു ഏകശിലയാണ്. കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയോളം ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ മുകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 3 മലകൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്നാണ് പറയപ്പെടുന്നത്. അത് ഓരോന്നിനും ഓരോ രൂപങ്ങളാണ്. കുട പോലെയുള്ളത് കുടക്കല്ല്, പിന്നെ മഷ്റൂം പോലെയുള്ളത് കൂണ് കല്ല്. ഈ 2 കല്ലുകളെയും നരകപ്പാലമാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നീലക്കൊടുവേലി എന്ന ഔഷധം ഈ മലകളിൽ വളരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുകളിലേക്ക് കയറി പറ്റാൻ കുറച്ച് പ്രയാസമാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ആ കോടമഞ്ഞും അതിൽ മുങ്ങിക്കിടക്കുന്ന മലനിരയും എല്ലാം കാണാൻ വളരെ ഭംഗിയായിരുന്നു. ആ ഒരു പ്രകൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായിരുന്നു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ കയറുന്നുണ്ടായിരുന്നു മുകളിലേക്ക്. മുകളിലെത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെയധികം സന്തോഷപൂർവ്വമായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പ്രയാസമായിരുന്നു. തൊട്ടടുത്തുള്ള കമ്പിയിലൊക്കെ പിടിച്ച് തൂങ്ങി വലിഞ്ഞൊക്കെ ആയിരുന്നു ഞങ്ങൾ കയറിയിരുന്നത്. പക്ഷെ എന്നാലും അത് വളരെ രസമുള്ളൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും കോട നിറഞ്ഞ് കല്ല് അത്ര വ്യക്തമായിട്ടായിരുന്നില്ല കാണുന്നുണ്ടായിരുന്നത്. എന്നാലും ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതിയെ താഴോട്ടേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങുന്നതായിരുന്നു കൂടുതൽ പ്രയാസം. താഴെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇലവീഴ പൂഞ്ചിറയിലാണ് ഗായ്സ്. ഇലവീഴ പൂഞ്ചിറ എന്ന പേരുള്ള സൗബിൻ ഷാഹിർ അഭിനയിച്ച ഒരു സിനിമ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ്.
ഞങ്ങളിതാ മല കയറിക്കൊണ്ടിരിക്കുന്നു. ഇതാ കാണുന്ന മലയുടെ മുകളിലേക്ക് നമുക്ക് നടന്നെത്തണം. ഇപ്പൊ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചു. ഇല്ലിക്കൽ കല്ല് പോയി വന്നതിൻ്റെ ക്ഷീണമുണ്ട്. പക്ഷെ ഒരു ബ്രെഡ് ഓംലെറ്റും കട്ടനടിച്ചതിൻ്റെ ഉഷാറിൽ ഞങ്ങൾ കയറാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ ഇലവിഴ പൂഞ്ചിറയിൽ എത്തിയത്. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് കാർമേഘം മൂടി വരുന്നുണ്ടായിരുന്നു. മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ കയറി തുടങ്ങിയത്. മുകളിലെത്തി താഴോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചെറിയ തടാകം കാണുന്നുണ്ടായിരുന്നു. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്കും ജീപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ജീപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നടന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചു. ജീപ്പ് അധിക ദൂരം പോകുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ദൂരം വരെ ജീപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് മുകളിൽ വരെ എത്തിയത്. മുകളിലേക്ക് എത്തും തോറും കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ചെറിയ തണുപ്പും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇലവീഴ പൂഞ്ചിറയും കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലായിട്ടാണ് ഇലവീഴ പൂഞ്ചിറ വരുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വരാൻ പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ കെട്ടിടമാണ്. അവിടെ എത്തി ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു മുകളിലെത്തിക്കഴിഞ്ഞപ്പം. ഇലകൾ വീഴാത്തതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥലത്തിന്. ആദ്യത്തെ കഥ ഇലവീഴ പൂഞ്ചിറയെ കുറിച്ചുള്ളത് മഹാഭാരതത്തിൻ്റെ റെഫറൻസ് വരുന്നുണ്ട്. വനവാസകാലത്ത് പാണ്ഡവരുടെ കൂടെ ദ്രൗപദി ഇവിടെ താമസിക്കുകയുണ്ടായി. ആ സമയത്ത് ഇവിടെയുള്ള കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ചുറ്റും ഒളിഞ്ഞോട്ടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രദേവൻ അതിനു ചുറ്റും മലകൾ ഉയർത്തി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അഗസ്ത്യമുനി ഈ മലകളിൽ ജീവിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും വളരെ അടുത്തടുത്ത് തന്നെയാണ്. ഇവിടേക്കുള്ള റോഡൊക്കെ ചിലതെല്ലാം മോശമാണ്, മഴ കാരണമായിരിക്കാം. പിന്നെ ചിലയിടങ്ങളിൽ കല്ല് വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ബോർഡുകളുണ്ടായിരുന്നു. മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച കണ്ട് അവിടെ മതിമറന്ന് അങ്ങനെ നിന്ന് കുറേ സമയം. താഴോട്ടേക്ക് ഇറങ്ങണ കാര്യം മറന്നു പോയിണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പതിയെ യാത്ര തിരിച്ചു അവിടുന്ന്. ആദ്യം സന്തോഷത്തിലാണ് താഴോട്ടേക്ക് ഇറങ്ങി പോയതെങ്കിലും പെട്ടെന്ന് മഴ ചതിച്ചു. ഞങ്ങളാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കൊണ്ട് താഴെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കാറിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം യാത്ര ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.